പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ലക്ഷ്യമാണ് ഗാസയെ ലോക നിലവാരത്തിലുള്ള വിനോദസഞ്ചാര പ്രദേശമാക്കി മാറ്റുക എന്നത്. ഗാസയിലെ 20 ലക്ഷത്തിലേറെ പലസ്തീൻകാരെ കുടിയൊഴിപ്പിച്ച് ഇസ്രായേൽ പ്രസിഡന്റ് ബെഞ്ചമിൻ നെതന്യാഹു ഗാസ തനിക്ക് സമ്മാനിക്കുമെന്നും ട്രംപ് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഗാസ സിറ്റി പിടിച്ചെടുക്കാൻ ഇസ്രായേൽ സുരക്ഷാ മന്ത്രിസഭ അംഗീകാരം നൽകിയതോടെ ഉയരുന്നത് അനവധി ചോദ്യങ്ങളാണ്. ഗാസ സിറ്റി പിടിച്ചെടുക്കുന്നതിനെതിരെ ശക്തമായ പ്രതിഷേധമുയർത്തി ഇസ്രായേൽ സൈനിക മേധാവി. ഇസ്രായേലിന്റെ നീക്കത്തിനെതിരെ പ്രതിഷേധവുമായി ലോകരാജ്യങ്ങൾ. 22 മാസം പിന്നിട്ട ഗാസ ആക്രമണം അവസാനിപ്പിക്കണമെന്ന ലോകരാജ്യങ്ങൾ സമ്മർദ്ദം ശക്തമാക്കുന്നതിനിടെ ഗാസ സിറ്റി പിടിച്ചെടുക്കാനുള്ള പദ്ധതിക്ക് അംഗീകാരം നൽകിയിരിക്കുകയാണ് ഇസ്രായേൽ സുരക്ഷാ മന്ത്രിസഭ. 20 ലക്ഷത്തിലേറെ പാലസ്തീൻകാർ താമസിക്കുന്ന ഗാസയെ പൂർണ്ണമായും കീഴ്പ്പെടുത്താനുള്ള ശ്രമത്തിന്റെ ആദ്യപടിയായാണ് ഇസ്രായേലിന്റെ ഈ നീക്കത്തെ ലോകരാഷ്ട്രങ്ങൾ കാണുന്നത്. പദ്ധതി നടപ്പിലാക്കുന്നതോടുകൂടി 10,000-കണക്കിന് ജനങ്ങൾ എല്ലാം ഉപേക്ഷിച്ച് പലായനം ചെയ്യേണ്ടതായി വരും. ഉപരോധത്തെ തുടർന്ന് കൊടുംപട്ടിണിയിലായ അനാരോഗ്യരായ ജനങ്ങളുടെ ഒഴിഞ്ഞുപോകൽ അവരുടെ ജീവൻ തന്നെ അപകടത്തിലാക്കും. ഗാസ സിറ്റി പിടിച്ചെടുക്കുന്നതിന് 5 പ്രധാന നിർദ്ദേശങ്ങളാണ് ഇസ്രായേൽ മുന്നോട്ട് വച്ചിരിക്കുന്നത്. ഹമാസിനെ പൂർണ്ണമായും തുടച്ചു നീക്കും, ഗാസയിലേക്കുള്ള മുഴുവൻ ബന്ദികളെയും തിരിച്ചെത്തിക്കും, ഗാസയുടെ നിയന്ത്രണം പൂർണ്ണമായും ഏറ്റെടുക്കും, യുദ്ധാനന്തരം ഗാസ അറബ് സഖ്യസേനയ്ക്ക് കൈമാറും തുടങ്ങിയവയാണ് നിർദ്ദേശങ്ങൾ. ഗാസ സിറ്റിയുടെ സമ്പൂർണ്ണ നിയന്ത്രണം ഏറ്റെടുക്കുമെങ്കിലും ഗാസ ഭരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് ഇസ്രായേൽ സർക്കാർ അറിയിച്ചു. കരയാക്രമണം തുടങ്ങിയതിനു മുന്നോടിയായി ഗാസ സിറ്റിയിൽ ഒഴിപ്പിക്കൽ നിർദ്ദേശം നൽകിയതിനെതിരെ ഇസ്രായേലിനുള്ളിലും വിദേശത്തും വിമർശനം ശക്തമാക്കിയിട്ടുണ്ട്. ഇസ്രായേലിന്റെ നീക്കത്തിൽ പ്രതിഷേധിച്ച് ഇസ്രായേലിലേക്കുള്ള ആയുധ കയറ്റുമതി ഒരു അറിയിപ്പുണ്ടാകും വരെ ജർമ്മനി നിർത്തിവെച്ചു. ഗാസ മുഴുവൻ പിടിച്ചെടുക്കണമെന്നാണ് ഇസ്രായേൽ സർക്കാരിന്റെ തീവ്ര വലതുപക്ഷ കക്ഷികൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. എന്നാൽ ഇതിനെ എതിർത്ത ഇസ്രായേൽ സൈന്യം നീക്കം ഹമാസിന്റെ പിടിയിൽ അവശേഷിക്കുന്ന ബന്ദികളുടെ ജീവൻ അപകടത്തിലാക്കുമെന്ന് മുന്നറിയിപ്പ് നൽകി. പുതിയ പദ്ധതിയെ ചൊല്ലി നെതന്യാഹുവും സൈനിക മേധാവി ജനറൽ ഇയാൻ സമീറും തമ്മിൽ ഭിന്നത രൂക്ഷമായിരുന്നു. ഇതിനെ ചൊല്ലി സമീറും ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ മകനും തമ്മിൽ വാക്പോരുണ്ടായി. ഇതോടെ വടക്കൻ നഗരകേന്ദ്രമായ ഗാസ സിറ്റി നിയന്ത്രണത്തിലാക്കാനാണ് സുരക്ഷാ മന്ത്രിസഭ അനുവാദം നൽകിയിരിക്കുന്നത്. സാധാരണക്കാരെ ഒഴിപ്പിച്ച ശേഷമേ സൈന്യം ഗാസ സിറ്റിയിൽ പ്രവേശിക്കൂ. നെതന്യാഹു സർക്കാരിന്റെ പുതിയ പദ്ധതി തുടർച്ചയായ ദുരന്തങ്ങൾക്ക് കാരണമാകുമെന്നാണ് ഇസ്രായേൽ പ്രതിപക്ഷ നേതാവ് യയീർ ലപീദ് പറഞ്ഞത്. സൈനിക നീക്കത്തിനെതിരെ ബന്ദികളുടെ കുടുംബങ്ങളും പ്രതിഷേധമുയർത്തിയിട്ടുണ്ട്. ഗാസ സിറ്റി പിടിക്കാനുള്ള ഇസ്രായേൽ നീക്കം യുദ്ധക്കുറ്റമാണെന്ന് ഹമാസ് ആരോപിച്ചു. ഇസ്രായേലിന്റെ നീക്കത്തെ ചൈന, ബ്രിട്ടൻ, തുർക്കി, ഇന്തോനേഷ്യ, കുവൈറ്റ് തുടങ്ങിയ അനവധി രാജ്യങ്ങളും UN മനുഷ്യാവകാശ വിഭാഗവും എതിർത്തു. 2023 ഒക്ടോബറിൽ ഗാസയിൽ തുടങ്ങിയ ആക്രമണത്തിൽ മരണം 61,300 കടന്നു. കൊടുംപട്ടിണിയിൽ മരിച്ചവരുടെ എണ്ണം 212 ആയി. അതിൽ 98 പേർ കുട്ടികളാണ്.